ഗസയിലെ ഫലസ്തീൻ ജനതയ്ക്കായി കുവൈത്തിൽ നടപ്പാക്കിയ അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പയിൻ വഴി 65 ലക്ഷത്തിലധികം ദിനാർ ശേഖരിച്ചതായി സാമൂഹ്യകാര്യ മന്ത്രാലയം അറിയിച്ചു. 3 ദിവസത്തെ ധനസമാഹരണ ക്യാമ്പയിൻ ഇന്ന് സമാപിച്ചു. വിദേശകാര്യ മന്ത്രാലയം, കുവൈറ്റ് റെഡ് ക്രസന്റ് സൊസൈറ്റി, ചാരിറ്റി സംഘടനകൾ, ഫൗണ്ടേഷനുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു ക്യാമ്പയിൻ. ടൂറിസ്റ്റുകൾക്കും GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും മൂല്യവർദ്ധിത നികുതി തിരിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് സൗദി. അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും വാറ്റ് തിരിച്ചു നൽകുക. സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്കും GCC രാജ്യങ്ങളിൽ നിന്നുള്ള താൽക്കാലിക സന്ദർശകർക്കുമായാണ് പദ്ധതി. പദ്ധതി വഴി വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി പണം തിരികെ ലഭിക്കും. 15% അഥവാ മുഴുവൻ വാറ്റ് തുകയായിരിക്കും റീഫണ്ടായി ലഭിക്കുക. 1442 അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സംവിധാനം ലഭ്യമാകും. 18 വയസ്സിന് മുകളിലുള്ള സന്ദർശകർക്കാണ് പദ്ധതി ഉപയോഗപ്പെടുത്താൻ കഴിയുക. വാറ്റ് തുക തിരികെ ലഭിക്കുക 5000 റിയാലിന് മുകളിലുള്ള വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ഉൽപ്പന്നങ്ങൾക്കായിരിക്കും. രാജ്യത്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, താമസം, ഭക്ഷണം, വാഹനങ്ങൾ, ബോട്ടുകൾ, എയർക്രാഫ്റ്റുകൾ, പാനീയങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇളവ് ലഭ്യമാകില്ല. പദ്ധതി ഇളവ് ലഭ്യമാകാൻ പാസ്പോർട്ടോ GCC IDയോ ഉപയോഗിച്ച് വാറ്റ് ഫോം റീറ്റെയിലറിൽ നിന്നും കരസ്ഥമാക്കണം. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളം, ദമ്മാം കിങ് ഫഹദ് വിമാനത്താവളം എന്നിവിടങ്ങളിലെ പ്രത്യേക പോയിന്റുകളിൽ നിന്നായിരിക്കും തുക തിരികെ ലഭിക്കുക. പണമായോ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴിയോ തുക തിരികെ ലഭിക്കും. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബഹ്റൈനിൽ മൂല്യവർദ്ധിത നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ അറിയിച്ചു. 1.6 ലക്ഷം ദിനാറിലധികം വരുന്ന നികുതി വെട്ടിപ്പ് കേസുകളാണ് കൈമാറിയത്. വാറ്റ് റിട്ടേൺ സമർപ്പിക്കാതിരിക്കുകയും നിയമപരമായ സമയപരിധി കഴിഞ്ഞ് 120 ദിവസത്തിനുള്ളിൽ തുക അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് വാറ്റ് വെട്ടിപ്പ് കുറ്റമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിന് 5 വർഷം വരെ തടവും വെട്ടിപ്പ് നടത്തിയ തുകയുടെ 3 ഇരട്ടി വരെ പിഴയും ലഭിക്കും. കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ പുതിയ നിയമം നിലവിൽ വന്നു. സന്ദർശകർക്ക് മൾട്ടിപ്പിൾ എൻട്രി സൗകര്യവും ലഭിച്ചിട്ടുണ്ട്. 1 മാസത്തേക്ക് 3 ദിനാറും 6 മാസത്തേക്ക് 9 ദിനാറും 1 വർഷത്തേക്ക് 15 ദിനാറുമാണ് വിസ ഫീസ്. എന്നാൽ 1 മാസത്തിൽ തുടർച്ചയായി കുവൈത്തിൽ തങ്ങാനാകില്ല. അപേക്ഷകൾക്കായി ഓൺലൈൻ പ്ലാറ്റ്ഫോമും സജീവമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 1 മാസമായിരുന്ന കുടുംബ സന്ദർശക കാലാവധി ദീർഘിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചത്. സൗദിയിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാനുള്ള പദ്ധതി പരിഷ്കരിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് ഇനി 5ലേക്കാണ് എത്തുക. 7% നീക്കം പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. വിഷൻ 2030 പ്രകാരം രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിലെ പരിവർത്തനം ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിലെ ലക്ഷ്യം പരിഷ്കരിച്ച് സൗദി അറേബ്യ. ലക്ഷ്യം 5%ആയാണ് പുതുക്കി നിശ്ചയിച്ചത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന 7% ലക്ഷ്യമിട്ടതിലും വളരെ നേരത്തെ പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനം. രാജ്യത്തെ യുവതീയുവാക്കൾക്കിടയിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിലും തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ IMFന്റെ പ്രത്യേക പ്രശംസക്കും കഴിഞ്ഞ ദിവസം പാത്രമായിരുന്നു. മുൻ ലക്ഷ്യമായിരുന്ന 7% കഴിഞ്ഞ വർഷം അവസാന പാദത്തോടെ പൂർത്തിയാക്കിയ സൗദി ഈ വർഷം 2ാം പാദത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 6.3%ത്തിലേക്ക് എത്തി. തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും സമഗ്ര പഠനങ്ങളുമാണ് യുവതീയുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 4 വർഷത്തിനിടയിൽ പകുതിയായി കുറക്കാൻ സഹായിച്ചത്. വനിതകൾക്കിടയിലെ തൊഴിൽ പങ്കാളിത്തം 36%ത്തിലേക്ക് ഉയർത്തുവാനും ഇതുവഴി സാധിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ ഏറ്റവും അധികം വിമാനയാത്രക്കാരുടെ പരാതി ലഭിക്കുന്നത് ജിദ്ദ വിമാനത്താവളത്തിലാണ്. വിമാനത്താവളത്തിലെ സൗകര്യങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതികൾ. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ അവലോകന റിപ്പോർട്ടിലാണ് പരാമർശം. യാത്രക്കാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സൗകര്യമുണ്ട്. സേവനങ്ങളും സൗകര്യങ്ങളും മികച്ചതാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. യാത്രക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം 259 പരാതികളാണ് ജിദ്ദയിൽ നിന്ന് ലഭിച്ചത്. ഗതാഗതവുമായി ബന്ധപ്പെട്ടും യാത്രാ നടപടികളുമായി ബന്ധപ്പെട്ടും പരാതികൾ ലഭിച്ചു. സുരക്ഷാ നടപടികൾ, ബാഗേജ് തുടങ്ങി വിവിധ പരാതികളാണ് യാത്രക്കാർ നൽകിയത്. രാജ്യത്ത് കൂടുതൽ യാത്രക്കാർ വരുന്ന വിമാനത്താവളം ജിദ്ദയിലേതാണ്. ഏറ്റവും കുറഞ്ഞ പരാതികൾ ലഭിച്ചത് യംബു വിമാനത്താവളത്തിൽ നിന്നാണ്. 100% പരാതി പരിഹാര നിരക്ക്.
റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പരാതികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത്. മീഡിയ 1 ജിദ്ദ. ഒമാനിലെ വാഹന രജിസ്ട്രേഷൻ 5.5% വർദ്ധിച്ച് ആകെ 1.8 ദശലക്ഷമായി. രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ 79.3% സ്വകാര്യ വാഹനങ്ങളാണ്. വെള്ള നിറത്തിലുള്ള വാഹനങ്ങളാണ് ഒമാനിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ വർഷം ജൂൺ അവസാനം വരെ ഒമാനിൽ രജിസ്റ്റർ ചെയ്തത് 17,98,062 വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 5.5% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ 79.3% സ്വകാര്യ വാഹനങ്ങളാണ്. 14,25,308 വാഹനങ്ങളാണിത്. വാണിജ്യ വാഹനങ്ങൾ 14.7%, വാടക വാഹനങ്ങൾ 2.3% എന്നിങ്ങനെയാണ് കണക്കുകൾ. ടാക്സികൾ, സർക്കാർ വാഹനങ്ങൾ, മറ്റു വിഭാഗങ്ങൾ എന്നിവ ബാക്കിയുള്ളവയിൽ ഉൾപ്പെടുന്നു. വെള്ള നിറത്തിലുള്ള വാഹനങ്ങളാണ് ഒമാനി റോഡുകളിൽ ഏറ്റവും സാധാരണയായി കാണുക. മൊത്തം വാഹനങ്ങളുടെ 42.3% അഥവാ 7,61,358 വാഹനങ്ങൾ വെള്ള നിറമുള്ളതാണ്. 12.9% വെള്ളി നിറത്തിലുള്ളവയാണ് 2ാം സ്ഥാനത്ത്. ചാരനിറം 3ാം സ്ഥാനത്തുമുണ്ട്. എഞ്ചിൻ ശേഷിയുടെ കാര്യത്തിൽ 1500 cc-ക്കും 3000 cc-ക്കും ഇടയിൽ എഞ്ചിനുകളുള്ള 9,79,300 വാഹനങ്ങൾ ഒമാനിലുണ്ട്, അഥവാ 54.5%. 3001 cc-ക്കും 4500 cc-ക്കും ഇടയിൽ ശേഷിയുള്ള 22.2% വാഹനങ്ങളുമുണ്ട്. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ മുന്നിലെത്തി കിഴക്കൻ പ്രവിശ്യ. സൗദി ദേശീയ ഗതാഗത സുരക്ഷാ സൂചകങ്ങളിൽ 17-ൽ 12 പാലിച്ചാണ് പ്രവിശ്യ ഒന്നാമതെത്തിയത്. ഇത് പ്രവിശ്യയിലെ റോഡ് അപകടങ്ങൾ 72% കുറയ്ക്കുന്നതിനും സഹായിച്ചതായി റിപ്പോർട്ട്. സൗദി കിഴക്കൻ പ്രവിശ്യ അമീർ പ്രിൻസ് സൗദ് ബിൻ നായിഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് സുരക്ഷാ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗതാഗത സുരക്ഷാ പ്രകടനത്തിൽ കിഴക്കൻ പ്രവിശ്യ സൗദിയിലെ എല്ലാ മേഖലകളെയും പിന്നിലാക്കി 1ാം സ്ഥാനത്തെത്തിയതായി സുരക്ഷാ കമ്മിറ്റി സെക്രട്ടറി ജനറൽ അബ്ദുല്ലാൽ രാജി പറഞ്ഞു. 17 ദേശീയ ഗതാഗത സുരക്ഷാ സൂചകങ്ങളിൽ 12 എണ്ണവും പാലിച്ചാണ് നേട്ടമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മേഖലയിലെ റോഡ് ശൃംഖല 80% സുരക്ഷാ റേറ്റിംഗ് നേടുകയും സുരക്ഷ ഒരുക്കുന്നതിലും പാലിക്കുന്നതിലും വലിയ മുന്നേറ്റം നടത്തുവാനും സാധിച്ചതായും കമ്മിറ്റി വിലയിരുത്തി. ഗതാഗത നിയമപാലനം മെച്ചപ്പെട്ടതോടെ പ്രവിശ്യയിലെ റോഡപകടങ്ങളുടെ എണ്ണം 72% തോതിൽ കുറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു. ഇതുവഴി പ്രതിവർഷം 975 കോടി റിയാലിന്റെ ചെലവുകൾ ലാഭിക്കാൻ മേഖലയ്ക്ക് സാധിച്ചതായും കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മേഖലയിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ നിതാന്ത പരിശ്രമം തുടരുമെന്ന് പ്രവിശ്യ ഗവർണർ സൗദ് ബിൻ നായിഫ് രാജകുമാരൻ പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ദുബായ് പോലീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഘം അറസ്റ്റിൽ. പോലീസ് ട്രാഫിക് ഫൈനുകളിൽ 70% വരെ ഡിസ്കൗണ്ട് എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. വ്യാജ പോലീസ് വെബ്സൈറ്റ് സൃഷ്ടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യങ്ങൾ നൽകിയാണ് ആളുകളെ വലയിൽ വീഴ്ത്തിയിരുന്നത്. ദുബായ് പോലീസിന്റെ ആന്റി ഫ്രോഡ് സെന്ററാണ് പ്രതികളെ പിടികൂടിയത്. ഇത്തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അഗ്നിസുരക്ഷാ പരിശോധനയെ തുടർന്ന് കുവൈറ്റിൽ 161 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി ഫയർഫോഴ്സ് അറിയിച്ചു. ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത്. ജനറൽ ഫയർഫോഴ്സ് വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്നാണ് സുരക്ഷാ പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത്. ഫയർഫോഴ്സ് നിശ്ചയിച്ച സുരക്ഷാ മാനദണ്ഡങ്ങളും ഇതര നിയന്ത്രണങ്ങളും പാലിക്കാത്തതിന് 221 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകിയതായി അധികൃതർ അറിയിച്ചു. അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിലേക്ക് ആരാധകരെ സ്വാഗതം ചെയ്ത് ഖത്തറിലെ US എംബസി. കളി കാണാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വിസയ്ക്ക് അപേക്ഷിക്കണമെന്ന് എംബസി ആവശ്യപ്പെട്ടു. വിസ ലഭിക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഖത്തറിലെ പൗരന്മാർക്കും താമസക്കാർക്കും 2 വ്യത്യസ്ത വഴികളിലൂടെയാണ് US വിസയ്ക്ക് അപേക്ഷിക്കാനാകുക. പൗരന്മാർ യാത്രയുടെ 72 മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ അഥവാ ESTI-യിലൂടെ അപേക്ഷിക്കണം. ഇതുവഴി അപേക്ഷിക്കുന്ന അർഹതയുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കായി 90 ദിവസം വരെ US-ൽ താമസിക്കാം. വിസ വൈവർ പ്രോഗ്രാമിലുള്ള 41 രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് മാത്രമാണ് ESTI വഴി US വിസക്ക് അപേക്ഷിക്കാനാകൂ. ഖത്തറിൽ താമസിക്കുന്ന വിസ വൈവർ പ്രോഗ്രാമിൽ ഉൾപ്പെടാത്ത രാജ്യക്കാർ സാധാരണഗതിയിലുള്ള സന്ദർശക വിസ അപേക്ഷയാണ് നൽകേണ്ടത്. ഇവർ മുൻകൂട്ടി തന്നെ യാത്രക്കായി തയ്യാറെടുക്കണം. ലോകകപ്പ് പോലുള്ള ലോകോത്തര പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാനാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നതെന്നും US എംബസി വ്യക്തമാക്കി. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവർ സംയുക്തമായാണ് 2026-ലെ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. മത്സരങ്ങളിൽ വലിയൊരു ശതമാനവും നടക്കുന്നത് അമേരിക്കയിലാണ്.
മീഡിയ 1 ദോഹ. നയ്യ ഐലൻഡ് എന്ന പേരിൽ ദുബൈയിൽ അത്യാഡംബര താമസത്തിനുള്ള ദ്വീപ് വരുന്നു. ജുമൈറ കടൽ തീരത്താണ് പ്രൈവറ്റ് ബീച്ച് ഉൾപ്പെടെ അതിസമ്പന്നർക്കായുള്ള താമസ മേഖല ഒരുങ്ങുന്നത്. അത്യാഡംബര ജീവിതത്തെ പുനർനിർവചിക്കുന്ന പദ്ധതിയെന്നാണ് നയ്യ ഐലൻഡ് ദുബൈയെ സംരംഭകരായ ഷമാൽ ഹോൾഡിംഗ് വിശേഷിപ്പിക്കുന്നത്. ഫ്രഞ്ച് റിസോർട്ട് ഡിസൈനർമാരായ ഷെവൽ ബ്ലാങ്ക് മൈസൺ രൂപകൽപ്പന ചെയ്ത പ്രൈവറ്റ് വില്ലകളും സ്യൂട്ടുകളുമാണ് നയ്യ ഐലൻഡ് ദുബൈയുടെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത്. കടലിൽ നിർമ്മിക്കുന്ന ദ്വീപിൽ ഹരിത ഉദ്യാനങ്ങളും പ്രൈവറ്റ് ബീച്ചോടുകൂടിയ ബ്രാൻഡഡ് ബീച്ച് ഫ്രണ്ട് താമസ കേന്ദ്രങ്ങളും പദ്ധതിയിലുണ്ട്. ദുബൈയിലെ ഐക്കൺ ബിൽഡിങ്ങുകൾ കടൽ തീരത്ത് നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന വിധമായിരിക്കും നയ്യ ഐലൻഡ് ദുബൈയിലെ താമസ കേന്ദ്രങ്ങൾ. മീഡിയ 1 ദുബായ്. ഖരീഫ് സീസൺ ആയതോടെ ഒമാനിലെ സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കി. ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ 43 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും അധികൃതർ നിർദ്ദേശം നൽകി. ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഭക്ഷ്യസ്ഥാപനങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും കച്ചവടം കൂടുന്ന സമയം കൂടിയാണിത്. പൗരന്മാരുടെയും ടൂറിസ്റ്റുകളുടെയും ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ദോഫാർ മുനിസിപ്പാലിറ്റി. ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് 43 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, അറവുശാലകൾ, പരമ്പരാഗത അടുക്കളകൾ, റെസിഡൻഷ്യൽ ഏരിയകളിലെ ലൈസൻസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. വൃത്തിയില്ലാത്തതും ചട്ടങ്ങൾ ലംഘിച്ചുള്ള ഭക്ഷണ സംഭരണം തുടങ്ങി വിവിധ ലംഘനങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ആരോഗ്യ ലംഘനങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1771 വഴിയോ മറ്റ് ഔദ്യോഗിക മാർഗങ്ങൾ വഴിയോ അറിയിക്കണമെന്ന് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 മസ്കത്ത്. 95ാമത് സൗദി ദേശീയ ദിനാഘോഷത്തിന്റെ സ്ലോഗൻ പുറത്തിറക്കി. നമ്മുടെ അഭിമാനം നമ്മുടെ പൈതൃക പ്രകൃതമാണ് എന്ന ക്യാപ്ഷനിലായിരിക്കും ആഘോഷ പരിപാടികൾ. ഐക്യബോധവും പാരമ്പര്യത്തോടും ഉള്ള അഭിമാനവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതായിരിക്കും ദേശീയ ദിനം. പൊതുവിനോദ അതോറിറ്റിയുടെ കീഴിൽ വിനോദ സാംസ്കാരിക പരിപാടികൾ രാജ്യത്തുടനീളം അരങ്ങേറും. സർക്കാർ, സ്വകാര്യ, സാമൂഹ്യ രംഗങ്ങളിൽ ഇതിനകം ദേശീയ ദിനാഘോഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്കൂൾ അധ്യയനം വീണ്ടും 2 സെമസ്റ്ററിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങി സൗദി അറേബ്യ. ഇതോടെ നിലവിലുള്ള 3 സെമസ്റ്റർ രീതി അവസാനിപ്പിക്കും. അടുത്ത അധ്യയന വർഷം മുതലായിരിക്കും മാറ്റം. കഴിഞ്ഞ 4 വർഷമായി സൗദിയിൽ നിലനിന്നിരുന്നത് 3 സെമസ്റ്റർ അധ്യയന രീതിയായിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ 2 സെമസ്റ്ററിലേക്ക് മാറാനാണ് തീരുമാനം. സൗദി കിരീടാവകാശിയുടെ അധ്യക്ഷതയിൽ നിയോമിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2.5 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പുതിയ അധ്യയന വർഷം ആരംഭിക്കുക. ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയുള്ള പഠനത്തിന് ശേഷമാണ് പുതിയ തീരുമാനം. വിദ്യാഭ്യാസ നിലവാരം സെമസ്റ്ററുകളുടെ എണ്ണവുമായി ബന്ധമില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. പുതിയ മാറ്റം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. മന്ത്രിസഭയുടെ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും നേരത്തെ പുറത്തു വന്നിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലേക്ക് തുറമുഖം വഴി മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി. ദോഹ തുറമുഖത്തെത്തിയ കാലിത്തീറ്റയിൽ ഒളിപ്പിച്ച വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. 4500-ലധികം ലഹരി ഗുളികകളും 5200 കിലോഗ്രാം കഞ്ചാവും കണ്ടെത്തി. പിടിച്ചെടുത്ത വസ്തുക്കൾ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈത്തിൽ കണ്ടെയ്നറിൽ ഒളിപ്പിച്ച വൻ മദ്യശേഖരം നാർക്കോട്ടിക് കൺട്രോളും കസ്റ്റംസും ചേർന്ന് പിടികൂടി. ഷുഐബ് പോർട്ട് വഴി ഒഴിഞ്ഞതെന്ന് അടയാളപ്പെടുത്തിയ കണ്ടെയ്നറിൽ രഹസ്യമായി കടത്താൻ ശ്രമിച്ച വൻ മദ്യശേഖരമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ 2 ഇന്ത്യക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി വിദേശത്തു നിന്നാണ് പ്രവർത്തിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ മനുഷ്യക്കടത്ത് ഇരകളെ സഹായിക്കുന്നതിന് ബഹ്റൈന്റെ പ്രത്യേക ഓഫീസ് തുറന്നു. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 555 എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ 999 എന്ന ഓപ്പറേഷൻസ് റൂം നമ്പറിലോ അല്ലെങ്കിൽ നൽകിയ മെയിൽ അഡ്രസ്സിലോ അറിയിക്കാൻ ഫോറൻസിക് മീഡിയ ഡിവിഷൻ അറിയിച്ചു. ഹവല്ലി ഡമാസ്കസ് സ്ട്രീറ്റിലെ ഫാസ്റ്റ് മിഡിൽ ലൈനുകൾ ഇന്നു മുതൽ അടച്ചിടുന്നതായി കുവൈറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു.
ഫോർട്ട് റിംഗ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർസെക്ഷൻ മുതൽ 5-ാം റിംഗ് റോഡ് വരെയാണ് നിയന്ത്രണം ബാധകമാവുക. ഈ മാസം 20 വരെ ഈ നിയന്ത്രണം ഉണ്ടാകും. തിരക്കൊഴിവാക്കാൻ വാഹനങ്ങൾ ബദൽ പാതകൾ ഉപയോഗിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മൊബൈൽ ആപ്പ് വഴിയുള്ള തട്ടിപ്പിൽ ബാങ്ക് ഉപഭോക്താവിന് നഷ്ടമായത് 2730 ദിനാർ. അപരിചിതമായ ഒരു ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിനെ തുടർന്ന് 4 വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ജഹ്റ സെക്യൂരിറ്റി ഡയറക്ടറേറ്റിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റ് മൊബൈൽ ID ആപ്പ് ഉപയോഗിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ മുന്നറിയിപ്പ് നൽകി. ഉപയോക്താക്കൾ ആരംഭിച്ച സേവനങ്ങളുമായി ബന്ധപ്പെട്ട അഭ്യർത്ഥനകൾ മാത്രമേ അംഗീകരിക്കേണ്ടതുള്ളൂ. അഭ്യർത്ഥന ലഭിക്കുമ്പോൾ സേവനദാതാവിന്റെ ഐഡന്റിറ്റിയും ആവശ്യത്തിന്റെ ഉദ്ദേശവും ഉറപ്പാക്കണമെന്നും അധികൃതർ അറിയിച്ചു. പൗരന്മാരുടെയും പ്രവാസികളുടെയും ഡിജിറ്റൽ സുരക്ഷ ശക്തമാക്കുന്നതിനായി പാസി തുടർച്ചയായി നടപടി സ്വീകരിച്ചു വരികയാണെന്നും അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ സലാലയിലെ കോൺസുലാർ വിസ സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ന്യൂ സലാല നാഷണൽ ബാങ്കിന് സമീപമായാണ് പുതിയ കേന്ദ്രം. പാസ്പോർട്ട് പുതുക്കൽ, വിസ പ്രോസസിംഗ്, അറ്റസ്റ്റേഷൻ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ കേന്ദ്രം കൈകാര്യം ചെയ്യും. എല്ലാ അപേക്ഷകരും SGIVS അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് പേജ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഒമാനിലുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ള 11 ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ രണ്ടാമത്തേതാണിത്. SGIVS-global-oman.com അതിലെല്ലാ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും എന്തൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിസ പർപ്പസ് ആണെങ്കിലും പാസ്പോർട്ട് പർപ്പസ് ആണെങ്കിലും അറ്റസ്റ്റേഷൻ ആണെങ്കിലും ഈ എല്ലാ ചെക്ക് ലിസ്റ്റും പേയ്മെന്റും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ വേറെ എവിടെയും ചോദിക്കേണ്ടതൊന്നും ആവശ്യമില്ല. www.sgivs-global-oman.com 10 ദിവസം കൊണ്ട് 1.5 ലക്ഷം കിലോ ഈത്തപ്പഴം വിറ്റ ഒരു പ്രദർശന മേളയുടെ വിശേഷങ്ങളാണിനി. ഖത്തറിലെ സൂഖ് വാക്കിഫിൽ തയ്യാറാക്കിയ മേളയിലാണ് ഈത്തപ്പഴത്തിന്റെ കച്ചവടവും വിൽപ്പനയും പൊടിപൊടിക്കുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഖത്തറിൽ ഈത്തപ്പഴം പഴുത്തു വരുന്ന കാലമാണ്. നല്ല ചുടുകാറ്റുള്ള സമയം. ഈ ഈത്തപ്പഴ സീസണിൻ്റെ തുടക്കത്തിലാണ് ഖത്തറിലെ സൂക്ക് വാക്കിഫിൽ ഈത്തപ്പഴ മേള നടക്കുന്നത്. നല്ല ഒന്നാം തരം ഈത്തപ്പഴങ്ങൾ ചെറിയ വിലക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ മേളയുടെ സവിശേഷത. ഖത്തറിലെ ഈത്തപ്പഴ ലോകം ഒന്നാകെ ഒത്തുകൂടുന്ന വേദിയാണ് സൂക്ക് വാക്കിഫിൽ നടക്കുന്ന ഈത്തപ്പഴമേള. പ്രദർശനത്തിനൊപ്പം തകൃതിയായ വിൽപ്പനയും നടക്കുന്നയിടം. ജൂലൈ 24 ആരംഭിച്ച മേളയിൽ ഇതുവരെ വിറ്റത് 1,50,863 കിലോ ഈത്തപ്പഴം. മേള കാണാനെത്തിയത് 78,300 പേരാണ്. അവരിൽ തദ്ദേശീയർ മാത്രമല്ല, മലയാളികളടക്കമുള്ള പ്രവാസികളുമുണ്ട് ഏറെ. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വൈബും. നാളെ ലാസ്റ്റ് ഡേ ആണ് ഇതിൽ. അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിൽ പോവുകയാണ്. നാളെ നാട്ടിൽ അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നാട്ടിലുള്ള അയൽവാസികൾക്കൊക്കെ ഇതിൻ്റെ പഴുത്തതല്ല, ആ മഞ്ഞ കളറോട് കൂടിയുള്ള അതാണല്ലോ നാട്ടിലുള്ളവർക്ക് ഇഷ്ടം. ഡേറ്റ്സ് മാത്രമുള്ള ഫെസ്റ്റിവൽ അപൂർവം. പിന്നെ ഇവിടെ കൂടുതലും നമ്മുടെ ലോക്കൽ ഡേറ്റ്സ് കിട്ടാറുണ്ട്, ഇവിടുത്തെ ഡേറ്റ്സ്. അപ്പോൾ നമ്മളല്ലാതെ ഷോപ്സിലൊക്കെ പോയാൽ ചിലപ്പം വേറെ മിഡിൽ ഈസ്റ്റിലെ UAE-ലെയും പിന്നെ ഒമാനിലെയും അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്, ജോർദാൻ അങ്ങനെ ഡേറ്റ്സ്. ബട്ട് ലോക്കൽ ഡേറ്റ്സ് കിട്ടുന്നത് നമ്മൾ ഈ കൂടുതലും ഈ ഡേറ്റ്സ് ഫെസ്റ്റിവലിന് വരുമ്പോൾ. തദ്ദേശീയമായ 4 തരം ഈത്തപ്പഴങ്ങളാണ് മേളയിൽ പ്രധാനമായുമുള്ളത്. ഗൾഫ് മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മുന്തിയ ഇനം ഈത്തപ്പഴമായ ഖലാസ്, മധുരം കൂടുതലുള്ള ശീശി, ഇരുണ്ട ബ്രൗൺ നിറത്തിലുള്ള ഖനീസി, ഔഷധ ഗുണം കൂടുതലുള്ള ബർഹി എന്നിവയുടെ വമ്പൻ ശേഖരം തന്നെ മേളയിലുണ്ട്. കഴിഞ്ഞ 24 തുടങ്ങിയതാണ്. ഇപ്പം നല്ലതായിട്ട് ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. മേളയുടെ 10ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 114 ഫാമുകളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈത്തപ്പഴം കാണാനും വാങ്ങാനും മാത്രമല്ല, മിക്ക സ്റ്റാളുകളിലും, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാളുകളിലും ഇങ്ങനെ പാത്രമുണ്ട്. ഇതിൽ കഴുകി നമുക്ക് ഇഷ്ടമുള്ള ഈത്തപ്പഴം കഴിക്കാനും പറ്റും. സൂക്ക് വാക്കിഫിൽ നിന്ന് അഷ്റഫ് നേരോത്തിനൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഇന്നും നിരവധി വിമാനങ്ങളിൽ അവശ്യ സാധനങ്ങൾ ഗസയുടെ ആകാശത്തു നിന്ന് താഴേക്ക് എയർ ഡ്രോപ്പ് ചെയ്തു. ഭക്ഷണവും മരുന്നുമടങ്ങുന്ന ദുരിതാശ്വാസ വസ്തുക്കൾ ശേഖരിക്കാൻ ഓടിയെത്തുന്ന ഗസ നിവാസികളുടെ ദൃശ്യങ്ങളും UAE ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ടു. UAEക്ക് നന്ദി പറയുന്നവരെയും ദൃശ്യങ്ങളിൽ കാണാം.
മലപ്പുറം അസോസിയേഷൻ കുവൈറ്റ് മാമാങ്കം 2025 സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 31 നടക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഫീനിക്സ് കമ്പനി ചെയർമാൻ സുനിൽ പറക്കേപ്പാടത്ത് നിർവഹിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പിന്നണി ഗായകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 26 നടക്കുന്ന തിരുവല്ല ഫെസ്റ്റിൽ ചലച്ചിത്ര സംവിധായകൻ ബ്ലെസ്സി മുഖ്യ അതിഥിയാവും. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം മാധ്യമപ്രവർത്തകൻ നിക്സൺ ജോർജ് നിർവഹിച്ചു. സൗദിയിൽ ബാക്ക് ടു സ്കൂൾ ഓഫറുകൾക്ക് തുടക്കമിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ. സ്കൂൾ ബാഗ്, ഗാഡ്ജറ്റുകൾ, സ്റ്റേഷനറി തുടങ്ങിയവയിൽ വലിയ കളക്ഷനും ഓഫറുകളുമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഓഫറുകൾ ഈ മാസം അവസാനം വരെ തുടരും. സ്കൂൾ സേവേഴ്സ് ഷോപ്പിംഗ് എന്ന പേരിലാണ് ബാക്ക് ടു സ്കൂൾ ഓഫറുകൾക്ക് തുടക്കമിട്ടത്. സ്കൂൾ ഷോപ്പിംഗിനായുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ ലഭ്യമാകും. സ്കൂൾ ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, പഠനോപകരണങ്ങൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ബാക്ക് ടു സ്കൂൾ ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി പ്രത്യേക ആക്ടിവിറ്റി സോണുകളും സജ്ജമാണ്. ടാബി, തമാര ഉൾപ്പെടെയുള്ള ഫിനാൻസിംഗ് ഓപ്ഷനുകളും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാം. ഓഫറുകൾ ഈ മാസം അവസാനം വരെയായിരിക്കും തുടരുക. സൗദിയിലെ മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫറുകൾ ലഭ്യമാകും. മീഡിയ വൺ, റിയാദ്. കേംബ്രിഡ്ജിന് സമീപം കൊല്ലപ്പെട്ട സൗദി വിദ്യാർത്ഥിയുടെ പേരിൽ ശുദ്ധജല വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി. നിലവിൽ 30,000 റിയാലിലധികം ധനസഹായം ലഭിച്ചിട്ടുണ്ട്. സൗദിയിലെ നിർധന കുടുംബങ്ങൾക്കായിരിക്കും വെള്ളം എത്തിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൗദി പൗരനായ മുഹമ്മദ് യൂസുഫ് അൽ ഖാസിം കേംബ്രിഡ്ജിന് സമീപം കൊല്ലപ്പെട്ടത്. സൗദിയിൽ ഹൃദയാഘാതം മൂലം പരപ്പനങ്ങാടി ചെറുമംഗലം സ്വദേശി മരിച്ചു. റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ഫൈസൽ മേലെ വീട്ടിലാണ് മരിച്ചത്. റിയാദ് മലപ്പുറം ജില്ലാ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൗമാരക്കാർക്കായി ബഹ്റൈനിൽ റയ്യാൻ സ്റ്റഡി സെന്റർ നടത്തിവരുന്ന അവധിക്കാല പരിപാടിയിൽ AI-യെക്കുറിച്ച് പഠന സെഷൻ സംഘടിപ്പിച്ചു. അസർബൈജാനിൽ നിന്നുള്ള പരിശീലകൻ യമൻ സദിയെ സെഷൻ നയിച്ചു. അബ്ദുൽ ലത്തീഫ് ചാലിയം, വസീം അഹമ്മദ്, സജാദ് ബിൻ റസാഖ്, ഫഖറുദ്ദീൻ അലി അഹമ്മദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. UAE പ്രസിഡന്റിന്റെ റഷ്യ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ UAE റഷ്യ തന്ത്രപ്രധാന സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടായിരിക്കും ചർച്ചകളെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച മസാജ് സെന്ററുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ഖത്തർ വാണിജ്യ മന്ത്രാലയം. 4 സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് നടപടി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ക്ലബ്ബുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമായ ബിസിനസ് അന്തരീക്ഷം സംരക്ഷിക്കുന്നത് എല്ലാവരുടെയും ബാധ്യതയാണെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തി. ബഹ്റൈനിലെ വിമാനത്താവളങ്ങളെ ദുരന്തങ്ങൾ നേരിടാൻ സജ്ജമാക്കുന്ന ഗേറ്റ് എയർപോർട്ട് റെഡി ഫോർ ഡിസാസ്റ്റർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ബഹ്റൈനിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ആരംഭിച്ചത്. ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം, ബഹ്റൈൻ എയർപോർട്ട് കമ്പനി, ഐക്യരാഷ്ട്രസഭ വികസന പരിപാടി, DHL എന്നിവയുടെ സഹകരണത്തോടെയാണ് ദുരന്ത നിവാരണത്തിന് വിമാനത്താവളങ്ങളെ സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വിമാനത്താവളത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. കൂടുതൽ കാര്യക്ഷമവും സുസജ്ജവുമായി ദേശീയ ദുരന്ത നിവാരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണിത്. ആഭ്യന്തരമന്ത്രിയും സിവിൽ ഡിഫൻസ് കൌൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം പബ്ലിക് സെക്യൂരിറ്റി ചീഫും സിവിൽ എമർജൻസി മാനേജ്മെന്റ് ദേശീയ സമിതി ചെയർമാനുമായ ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സമ്പദ്വ്യവസ്ഥക്കും നിർണായക പ്രാധാന്യമുള്ള തന്ത്രപ്രധാനമായ കവാടങ്ങളായതിനാൽ ദുരന്തങ്ങളെ നേരിടാൻ ഉയർന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിമാനത്താവളങ്ങളിലെ ക്രൈസിസ് മാനേജ്മെന്റ് പ്രോട്ടോകോളുകൾ മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. കാലാവസ്ഥ. ഖത്തർ കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. മസ്കറ്റ് കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. സലാല കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 35 ഡിഗ്രി സെൽഷ്യസ്.